ഹായ് കൂട്ടുകാരെ, ചിത്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കുറേ പ്ലാന്റ്സാണ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. പുതിയ പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓൾറെഡി ഉള്ള പ്ലാന്റ്സുകളും ഒക്കെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ വരുന്ന ആദ്യത്തെ പ്ലാന്റാണ് മഡഗാസ്കർ എന്നറിയപ്പെടുന്ന നല്ലൊരു സുന്ദരിയായിട്ടുള്ള പ്ലാന്റ്. നല്ലപോലെ ക്രീപ്പറായിട്ടും നമുക്ക് ബുഷായിട്ടും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് കേട്ടോ. ഒരു കമ്പിയൊക്കെ വെച്ച് വളച്ചിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റാണ് മഡഗാസ്കർ ജാസ്മിൻ. ഇതിൻ്റെ സ്മെല്ല് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല സ്മെല്ല് തരുന്ന ഒരു പ്ലാന്റും കൂടിയാണിത്. അപ്പോൾ ഇതിൻ്റെ ചെറിയ തൈക്ക് തന്നെ നമുക്ക് 120 രൂപ 250 രൂപയൊക്കെ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇപ്പോൾ ചെറിയ തൈകളില്ല, വലിയ തൈകളേ ഉള്ളൂ. മദർ പ്ലാന്റ് ആയിട്ടുള്ള ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാത്തിനും തന്നെ ഫ്ലവേഴ്സ് ആയിട്ടുള്ള നന്നായിട്ട് വള്ളി വീശി തുടങ്ങിയ മെച്ചുവേർഡ് ആയിട്ടുള്ള പ്ലാന്റാണ് തരുന്നത് കേട്ടോ. അപ്പോൾ ഇതേ സൈസുള്ള പ്ലാന്റ് ആയിരിക്കും, മാക്സിമം ഫ്ലവർ ഉള്ളത് നോക്കി തന്നെ തരാൻ പറ്റും. അപ്പം ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്ന 650 രൂപയാണ്. 650 രൂപയ്ക്ക് നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള മഡഗാസ്കർ ജാസ്മിൻ സ്വന്തമാക്കാൻ പറ്റും. ഇത് എല്ലാ ക്ലൈമറ്റിലും നന്നായിട്ട് വളരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ മഡഗാസ്കർ ജാസ്മിൻ കേട്ടോ. ഇനി നമുക്ക് ഒത്തിരി ആന്തൂറിയം വെറൈറ്റീസ് വന്നിട്ടുണ്ട്. ആന്തൂറിയത്തിൽ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന പ്ലാന്റ്സ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആന്തൂറിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ടൈപ്പ് ആന്തൂറി അല്ല, ഇതെല്ലാം മിനിയേച്ചർ ആയിട്ടുള്ള വെറൈറ്റീസാണ്. മിനിയേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ഹൈറ്റ് വെക്കത്തില്ല, കുറച്ച് ഹൈറ്റ് ആകുമ്പോഴത്തേക്ക് ഇതിന് നന്നായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇതുപോലത്തെ ലിലിയം വെറൈറ്റീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മിനിയേച്ചർ ആന്തൂറിയം നമ്മൾ എല്ലാത്തിലും ഫ്ലവറോട് കൂടിയുള്ള പ്ലാന്റേ നിങ്ങൾക്ക് തരുള്ളൂ, പൂക്കളില്ലാതെ ഒറ്റ പ്ലാന്റും തരില്ല. അപ്പോൾ എല്ലാത്തിനും പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും. അതുപോലെ തന്നെ സിംഗിൾ ഷൂട്ട് വിത്ത് ഫ്ലവേഴ്സ് ആയിരിക്കും, സിംഗിൾ ഷൂട്ടിൽ ഫ്ലവർ അടങ്ങുന്ന പ്ലാന്റ് ആയിരിക്കും. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഇതിൽ ഏത് പ്ലാന്റ് സെലക്ട് ചെയ്താലും ഒരെണ്ണത്തിന് 170 രൂപ മാത്രമേ ആവുന്നുള്ളൂ. അപ്പോൾ 170 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആന്തൂറിയം സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കോംബോ ഓഫറുകളും ഉണ്ട്. ഇനി നമുക്ക് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഒരു ഓഫറാണ് വരുന്നത്. ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ പിങ്ക് ലിപ്സ്റ്റിക് ഒത്തിരി ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീഫ് നല്ല റൗണ്ട് ആയിരിക്കും. അതുപോലെ തന്നെ നല്ല പിങ്ക് കളേഴ്സിൽ ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ പിങ്ക് ലിപ്സ്റ്റിക്. ഹാങ്ങിങ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ ഇതുപോലെ ഫ്ലവേഴ്സ് വരും. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ജിഫി ബാഗ് നട്ടിട്ടുള്ള റൂട്ട് വന്ന തൈകളോട് ആണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ജിഫി നട്ടിട്ട് നന്നായിട്ട് റൂട്ട് വന്നത് നമ്മൾ ഉറപ്പാക്കിയ പ്ലാന്റ്സ് മാത്രമേ തരുള്ളൂ. അടുത്തത് ഹാങ്ങിങ് വെറൈറ്റി ആയിട്ട് വരുന്ന പെൻസിൽ കാക്ടസിൻ്റെ മിനിയേച്ചറാണ് കേട്ടോ. അപ്പോൾ ഇതും ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ്ങിങ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു കെയറിങ്ങും കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് നട്ടു വെച്ചാൽ മാത്രം മതി. പിന്നീട് അത് തന്നെ അങ്ങ് ഗ്രോത്ത് ആയിക്കോളൂ കേട്ടോ. ഒരു 2-3 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിക്കണം. കണ്ടിന്യൂ വെള്ളം ഒഴിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഹോയ പ്ലാന്റിനെ പോലെ തന്നെയാണ്, വെള്ളം ഇല്ലെങ്കിലും ഇത് നന്നായിട്ട് കയറി വന്ന് ഒരുപാട് ലീഫൊക്കെ ആയിട്ട് നല്ല ഭംഗിയെ കാണാൻ വേണ്ടി. അടുത്തത് നമുക്ക് ഒത്തിരി ഡിമാൻഡുള്ള ഒരു പ്ലാന്റാണ് റെഡ് ലെമൺ എന്നറിയപ്പെടുന്ന വെറൈറ്റി. ഇത് നല്ല ഡാർക്ക് റെഡിലായിരിക്കും ഇതിൻ്റെ നാരകം ഉണ്ടാവുന്നത് കേട്ടോ. നല്ല നാരങ്ങയായിരിക്കും, നല്ല ഡാർക്ക് റെഡ് ആയിരിക്കും. ഇത് പഴുക്കുമ്പോഴാണ് ഈ ഒരു ഡാർക്ക് റെഡ് കളറിലേക്ക് വരുന്നത്. നമുക്ക് ഈ പ്ലാന്റ് 280 രൂപയാണ് വരുന്നത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. നന്നായിട്ട് ഗ്രോത്ത് കയറിയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും. ഒരു വർഷം പോലും വേണ്ട, അതിന് മുമ്പ് തന്നെ കായകൾ തന്നു തുടങ്ങുന്ന വെറൈറ്റിയാണ് ഈ റെഡ് ലെമൺ എന്നറിയപ്പെടുന്ന പ്ലാന്റ്. പിന്നെ നമുക്ക് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ തന്നെ ട്വിസ്റ്റഡ് എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ലീഫ് ഇങ്ങനെ ചുരുണ്ട് ഇരിക്കും. നല്ല ഭംഗിയാണ്, നല്ല കേർലി ആയിട്ടുള്ള ലീഫാണ് വരുന്നത്. ഇതും റെഡ് കളർ ഫ്ലവേഴ്സാണ് തരുന്നത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ജിഫി നട്ടിട്ടുള്ള തൈകളാണ്, അതുകൊണ്ട് തന്നെ എല്ലാ പ്ലാന്റ് സർവൈവ് ചെയ്യും. ഇത് ജിഫി ജസ്റ്റ് ഒന്ന് പൊട്ടിക്കാതെ പോട്ടി മിക്സിലേക്ക് ഒന്ന് നട്ടുവെച്ചാൽ മാത്രം മതി കേട്ടോ. പിന്നെ ബർഗ്രാന്തസ് എന്നറിയപ്പെടുന്ന ഒരു അടിപൊളി പ്ലാന്റാണ്. നല്ല ഭംഗിയാണ്, ഇതിൻ്റെ ഈ ഒരു കാക്ടസ് പോലെയാണ് ഇതിൻ്റെ ഇലകൾ വരുന്നത്. പിന്നെ ഇതിലിങ്ങനെ മഞ്ഞ ഫ്ലവേഴ്സും ഉണ്ടാകും കേട്ടോ, നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് നമ്മൾ വിത്ത് പോട്ടായിട്ടാണ്, പോട്ടോട് കൂടി തന്നെയാണ് അയച്ചു തരുന്നത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് പോട്ടോട് കൂടി തന്നെ അയച്ചു തരുന്നതിനാൽ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും ഇത് മാറ്റി നടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇത് അധികം വെള്ളം ഒഴിക്കാതെ തന്നെ ശ്രദ്ധിക്കണം. പിന്നെ ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ കുറേ വെറൈറ്റീസ് നമുക്ക് ഉണ്ടെന്ന് അറിയാലോ അല്ലേ. അപ്പോൾ ഫിറ്റോണിയൻ്റെ നല്ല റെഡ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷൻ വരുന്നൊരു വെറൈറ്റിയാണിത്. ഇത് നല്ല ഭംഗിയായിട്ട് ലീഫും ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ കാണാൻ വേണ്ടിയിട്ടോ നല്ല ഭംഗിയായിട്ട് വളരുന്നൊരു പ്ലാന്റാണ്. പിന്നെ ഇത് ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ വരുന്നതാണ്. ഇത് ഡാർക്ക് ഗ്രീൻ ആയിരിക്കും വരുന്നത്. ഇതിൻ്റെ ലീഫ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു കട്ടിയുള്ളതും അതുപോലെ തന്നെ വലിയ ലീഫും ആയിരിക്കും വരുന്നത്. സാധാരണ ഗ്രീൻ ആൻഡ് വൈറ്റ് അല്ല വരുന്നത്. ഇതെല്ലാം മിനിയേച്ചർ വെറൈറ്റീസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഫിറ്റോണിയ വെറൈറ്റീസിനൊക്കെ നമുക്ക് 50 രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. ജിഫി നട്ട തൈകളായിരിക്കും തരുന്നത്. പിന്നെ ഒത്തിരി ഡിമാൻഡുള്ള പ്ലാന്റാണ് നമുക്ക് ആഫ്രിക്കൻ വയലറ്റിൽ ഈ ഒരു ബ്രൗൺ കളർ വരുന്നത് കേട്ടോ. ഇത് ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റീസാണ്. ഒത്തിരി പേർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലാന്റിൻ്റെ കളറും കൂടിയാണ് ഇത് കേട്ടോ. അപ്പോൾ ആഫ്രിക്കൻ വയലറ്റിൽ ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന ഒരു കളറാണ്. അപ്പോൾ ഈ ഒരു സൈസിൽ വരുന്ന തൈകളാണ് നമ്മൾ തരുന്നത്. ഇതിന് റേറ്റ് വരുന്നത് 60 രൂപയാണ്. ഇതിനേക്കാളും കൂടുതൽ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. വേണ്ടവർ തൊട്ട് താഴെ കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും. പിന്നെ നമുക്ക് വരുന്നത് ബ്ലീഡിംഗ് ഹാർട്ടിൻ്റെ റെഡ് കളറാണ്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഒത്തിരി ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റാണ് ബ്ലീഡിംഗ് ഹാർട്ട്.
ബ്ലീഡിംഗ് ഹാർട്ടിൻ്റെ റെഡ് കളറാണ് ഒന്നും കൂടി കാണാൻ ഭംഗി കേട്ടോ. ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് നല്ല തൈകളുണ്ട്. 60 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ കണിക്കൊന്ന പോലെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ക്ലിയോഡെൻഡ്രം എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നല്ല തൈകൾ നമുക്കുണ്ട്. എല്ലാത്തിൻ്റെയും തന്നെ നല്ല തൈകളാണ്. നല്ല കട്ടിങ്സ് എടുത്ത് നമ്മൾ തൈകളാക്കി എടുക്കുന്നതാണ്. നല്ല മദർ പ്ലാന്റിൽ നിന്ന് മാത്രമേ നമ്മൾ കട്ടിങ്സ് എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു കരുത്ത് തൈകൾക്കും ഉണ്ടാവും കേട്ടോ. ഇതാണ് നമ്മുടെ ക്ലിയോഡെൻഡ്രത്തിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത്. 50 രൂപ മാത്രമേ ക്ലിയോഡെൻഡ്രത്തിന് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. നല്ലൊരു വെറൈറ്റിയാണ് ഈ ക്ലിയോഡെൻഡ്രം എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് കേട്ടോ. പിന്നെ വരുന്ന വെറൈറ്റിയാണ് നാനോക്ക് എന്നറിയപ്പെടുന്ന വെറൈറ്റി. വാണ്ടറിഞ്ചോ വിഭാഗത്തിൽ തന്നെ പെടുന്ന ഒരു പ്ലാന്റാണ് നാനോക്ക്. അപ്പോൾ നാനോക്കിൻ്റെ ഈ ഒരു ലീഫിൻ്റെ കളർ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് പിടിപ്പിക്കാവുന്നതാണ്. ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് നട്ടുവെച്ചാൽ മതി. അധികം വെള്ളം ഒഴിക്കാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നാനോക്കിൻ്റെ ഈ ഒരു സൈസുള്ള തൈകളായിരിക്കും നമ്മൾ തരുന്നത്. ഇതിന് റേറ്റ് വരുന്നത് 50 രൂപയാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഈ ഒരു ലീഫൊക്കെ കാണാൻ വേണ്ടിയിട്ടോ. നല്ലൊരു വെറൈറ്റി തന്നെയാണ്. പിന്നെ അടുത്തത് വരുന്ന കലാത്തിയ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റീൻ്റെ നല്ലൊരു ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇതിൻ്റെ ഈ ഒരു ലീഫിൻ്റെ സ്ട്രക്ചറും കളർ കോമ്പിനേഷനും ഒക്കെ നല്ല ഭംഗിയായിരിക്കും. നമുക്കിത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറൊക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ പ്ലാന്റ്സും തന്നെ നമ്മൾ ജിഫി ബാഗിൽ നട്ടിട്ടുള്ള തൈകളാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ ഡാമേജ് ആവുമോ കേടാവുമോ അങ്ങനത്തെ ഒരു പ്രശ്നവും വരത്തില്ല കേട്ടോ. ജിഫി ബാഗോട് കൂടി തന്നെ നിങ്ങൾ നട്ടുവെക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ നേരത്തെ കണ്ടത് നാനോക്കിൻ്റെ തന്നെ വാണ്ടറിഞ്ചോ വിഭാഗത്തിൽപ്പെട്ടേക്കുന്ന ഒരു പ്ലാന്റാണ്. ഇത് മാർബിൾ എന്നറിയപ്പെടും കേട്ടോ. വാണ്ടറിഞ്ചോ മാർബിൾ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഇതൊരു ലൈറ്റ് ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് വരുന്നത്. ഇത് നല്ല ഭംഗിയിൽ ഇലകൾ തരുന്ന ഒരു പ്ലാന്റാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഇതും ജിഫി ബാഗിൽ നട്ടിട്ടുള്ള തൈയാണ് കേട്ടോ. വെറും 50 രൂപ മാത്രമേ ഈ ഒരു പ്ലാന്റ്സിനൊക്കെ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. അപ്പം നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു ലീഫും അതുപോലെ തന്നെ ഇത് ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്നതൊക്കെ കാണാൻ വേണ്ടി. പിന്നെ അതുപോലെ തന്നെ കലാത്തിയ വിഭാഗത്തിൽപ്പെട്ട വേറൊരു പ്ലാന്റാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതും നല്ല ഭംഗിയുള്ള ലീഫാണ്. ഇതിൻ്റെ ലീഫിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു റെഡിഷ് കളർ കയറി വരുന്നതായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ജിഫി നട്ടിട്ടുള്ള തൈകളാണ് തരുന്നത്. ഇതാണ് ജിഫി ബാഗിൽ നട്ട തൈകൾ കേട്ടോ. നല്ല ഭംഗിയാണ് ഈ ഒരു വെറൈറ്റി. പെട്ടെന്നൊന്നും പ്ലാന്റ് നാശമായി പോവില്ല. പിന്നെ അതുപോലെ തന്നെ പോട്ടി മിക്സ് ഡ്രൈ ആവുന്നതിനനുസരിച്ച് വെള്ളം കൊടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ പെഡിലാന്തസ് എന്ന് അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. പെഡിലാന്തസ് ഹാങ്ങിങ് വെറൈറ്റിയിൽ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ട്വിസ്റ്റഡ് ലിപ്സ്റ്റിക് ഇല്ലേ, അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫ് നല്ല ചുരുണ്ട് ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ലീഫിൻ്റെ ഭംഗി തന്നെയാണ് ഏറ്റവും കൂടുതൽ ചെടി പ്രേമികളെയൊക്കെ ആകർഷിക്കുന്നതെന്ന് പറയാം. അടുത്തത് നമ്മുടെ പീലിയ വെറൈറ്റിയിൽ ഗ്രീൻ കളർ വരുന്ന വെറൈറ്റിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ്. ഇതിൻ്റെ ലീഫിൻ്റെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒറ്റ നോട്ടത്തിന് നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഇല പോലെ തോന്നും കേട്ടോ. അത്രയ്ക്ക് ഭംഗിയിൽ ലീഫ് വരുന്നൊരു വെറൈറ്റിയാണ് ഈ പീലിയ. ചെറിയ ഫ്ലവേഴ്സും ഇതിലുണ്ടാകാറുണ്ട്. നമ്മൾ തരുന്ന പ്ലാന്റ് ഇതുപോലത്തെ നല്ല കട്ടിങ്സ് എടുത്ത് തൈകളാക്കിയെടുത്ത വെറൈറ്റീസ് ആയിരിക്കും തരുന്നത് കേട്ടോ. അപ്പോൾ പീലിയൻ്റെ ഈ ഒരു ഇലകളാണ് ഏറ്റവും കൂടുതൽ കാണാൻ ഭംഗി. ഔട്ട്ഡോറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന നല്ല പ്ലാന്റാണ്. അതുപോലെ തന്നെ നമ്മുടെ വാട്ടർമെലൺ പെപ്പറോമിയൻ്റെ ഒരു പുതിയ ടൈപ്പാണ് ഈ കാണുന്ന പെപ്പറോമിയ. നല്ല ഭംഗിയുള്ള ലീഫാണ് വരുന്നത്. ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് വരുന്നത്. നമ്മുടെ വാട്ടർമെലൺ പെപ്പറോമിയയിൽ നിന്ന് ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ ലീഫിനൊക്കെ. ഇതാണ് നമ്മൾ തരുന്ന പ്ലാന്റിൻ്റെ സൈസ്. ജിഫി ബാഗിൽ നട്ടിട്ടുള്ള തൈകളാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലപോലെ റൂട്ടൊക്കെ പിടിച്ചിട്ടുള്ള തൈകളായിരിക്കും തരുന്നത്. പിന്നെ വരുന്ന വെറൈറ്റിയാണ് നമ്മുടെ ഈ ഒരു ഡെയ്സി വെറൈറ്റി. ഡെയ്സി ഒത്തിരി ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഡെയ്സീൻ്റെ വൈറ്റ് കളർ ഉണ്ട് നമുക്ക്. വൈറ്റ് എന്ന് പറയുമ്പം നമുക്ക് ഇതിൻ്റെ ലീഫിനൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാവും ബാക്കിയുള്ള ഡെയ്സീനെ വെച്ച്. ഇതാണ് ലീഫ് വരുന്നത് കേട്ടോ. ഇതാണ് തൈ വരുന്നത്. ഇതിന് റേറ്റ് വരുന്നത് 50 രൂപ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരുപാട് തൈകൾ തരുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് ഈ ഡെയ്സി എന്നറിയപ്പെടുന്ന വൈറ്റ് കളർ വരുന്ന പ്ലാന്റ്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ് ലെമൺ വൈൻ്റെ നല്ല ഫ്ലവേഴ്സ് വരുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ. ലെമൺ വൈൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കായകൾ പല വൈൻ ഉണ്ടാക്കാനും അച്ചാറിടാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവേഴ്സ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഭംഗിയിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ലെമൺ വൈൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത്. ഇത്രയും ഹൈറ്റ് ഉണ്ടാവില്ല ഇപ്പോൾ പ്ലാന്റിൽ. പുതിയ പ്ലാന്റ്സിന് ഇത്ര ഹൈറ്റ് ഇല്ലാത്തതാണ്. എന്നാൽ തന്നെ വളരെ റൂട്ട് വന്നിട്ടുള്ള നല്ല തൈകളായിരിക്കും തരുന്നത് കേട്ടോ. അടുത്ത പെട്രിയ വയലറ്റ് ആണ്. പെട്രിയ വയലറ്റ് നിങ്ങൾക്കറിയാം, ഡാർക്ക് വയലറ്റും ഉണ്ട് ലൈറ്റ് വയലറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ലൈറ്റ് വയലറ്റ്, ലൈറ്റ് പർപ്പിൾ കളറിലേക്ക് വരുന്ന പ്ലാന്റാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഇത് വെറും 65 രൂപയ്ക്കാണ് ഇപ്പോൾ നമ്മൾ ഓഫർ സെയിലായിട്ട് നൽകുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ 80 രൂപ 100 രൂപ റേറ്റ് വരുന്ന പ്ലാന്റാണ് ഇപ്പോൾ 65 രൂപയ്ക്ക് കൊടുക്കുന്നത്. പിന്നെ വരുന്നത് പെട്രിയേൻ്റെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഡാർക്ക് കളർ ഉണ്ടെന്ന്. അപ്പോൾ ഡാർക്ക് പർപ്പിൾ കളറിലേക്ക് വരുന്ന പെട്രിയാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ വേണ്ടി. ഇതിൻ്റെ മാത്രം നമുക്ക് ചെറിയ തൈകൾ 180
സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇതിൻ്റെ വലിയ പ്ലാന്റ് ഇതാ ഫ്ലവേഴ്സ് ആകാനായ പ്ലാന്റിന് 400 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതേ സൈസുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ തരുന്നത് കേട്ടോ. ഇത് നന്നായിട്ട് വള്ളി വീശി ഫ്ലവേഴ്സ് ആകാനായിട്ടുള്ള പ്ലാന്റാണ്. നല്ല വലിയ സൈസ് ആയിട്ടുള്ള പെട്രിയൻ്റെ നല്ല ഡാർക്ക് പർപ്പിൾ കളർ വരുന്ന മദർ പ്ലാന്റിൻ്റെ അത്രയായിട്ടുള്ള പ്ലാന്റാണ്. അടുത്തത് മണിമുല്ല എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. ഈ ഒരു സമയത്ത് ഒത്തിരി ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. ഒരുപാട് പേര് അന്വേഷിച്ച് നടക്കുന്നുണ്ടാവും മണിമുല്ല പ്ലാന്റ്. അപ്പോൾ അതിൻ്റെ തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ തൈക്ക് റേറ്റ് വരുന്ന 60 രൂപ മാത്രമേ ഉള്ളൂ. ഒരുപാട് ഫ്ലവേഴ്സ് വരുന്ന നന്നായിട്ട് നല്ല സ്മെല്ലുള്ള ഒരു പ്ലാന്റും കൂടിയാണ് മണിമുല്ല എന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്കായിട്ട് നമ്മൾ തരുന്നത് കേട്ടോ. അടുത്തത് സാറ്റിൻ പോത്തോസ് എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. സാറ്റിൻ പോത്തോസ് നമുക്ക് ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റും, അതുപോലെ തന്നെ ഔട്ട്ഡോറൊക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന മണി പ്ലാന്റ് വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ സാറ്റിൻ പോത്തോസ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫൊക്കെ കാണാൻ വേണ്ടി. ഇത് ജിഫി ബാഗിൽ നട്ടിട്ടുള്ള ഇതിൻ്റെ തൈക്ക് 80 രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഇതേ സൈസുള്ള തൈ ആയിരിക്കും നമ്മൾ നിങ്ങൾക്കായിട്ട് എത്തിച്ച് തരുന്നത്. അടുത്തത് രാജാറാണി അഥവാ മധുമാരതി എന്നറിയപ്പെടുന്ന സിംഗിൾ പെറ്റലായിട്ടുള്ള പ്ലാന്റാണ്. ഡബിൾ പെറ്റൽ നമുക്ക് ഉണ്ടായിരുന്നു, അത് തീർന്നു പോയി. ഇപ്പോൾ സിംഗിൾ പെറ്റലായിട്ടുള്ള നല്ല ബുഷായിട്ട് വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് തരുന്ന. റേറ്റ് വരുന്നത് 80 രൂപ മാത്രമാണ് കേട്ടോ. ഗ്രൂമി ചാമ എന്നറിയപ്പെടുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഈ ഫ്രൂട്ട് പ്ലാന്റ് കാണാനും, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കാണാൻ നല്ല ഭംഗിയാണ്. ഒപ്പം തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലാന്റ് കൂടിയാണ്. അപ്പോൾ ഈ ഗ്രൂമി ചാമയ്ക്ക് നമ്മൾ സാധാരണ 250 രൂപയ്ക്കൊക്കെയാണ് കൊടുക്കാറ്. പക്ഷേ ഈ ഒരു ഓഫർ ആയത് കാരണം നമ്മൾ ഇതിന് വെറും 180 രൂപയ്ക്ക് ഇതേ സൈസുള്ള തൈകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അടുത്തത് ജസ്റ്റീഷ്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആയിരിക്കും ഇതിലുണ്ടാവുക. നല്ല ഭംഗിയാണ് കേട്ടോ ഈ പ്ലാന്റ് കാണാൻ വേണ്ടി. അപ്പോൾ ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ നല്ലൊരു അട്രാക്റ്റീവാണ്. ഇതിന് റേറ്റ് വരുന്നത് 60 രൂപ മാത്രമേ ഉള്ളൂ. അടുത്തത് ഊട്ടി ഡേയ്സി എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഓറഞ്ച് കളറിലാണ് ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത്. ഇതിങ്ങനെ വള്ളി പോലെ കയറിപ്പോട്ട് ഇങ്ങനെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവും. എല്ലാ സമയത്തും പൂക്കളും തരും. അതുപോലെ തന്നെ ഇത് എല്ലാ ക്ലൈമറ്റും ഫ്ലവേഴ്സ് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ ഊട്ടി ഡേയ്സി ഈ ഒരു സൈസൊക്കെ ആകുമ്പോഴത്തേക്ക് ഫ്ലവേഴ്സ് തരാൻ തുടങ്ങും. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും തരുന്നത്. ഇതിന് റേറ്റ് വരുന്നത് വെറും 60 രൂപ മാത്രമേ ഉള്ളേ. അടുത്ത മിറാക്കിൾ ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. മിറാക്കിൾ ഫ്രൂട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും. ഈ ഫ്രൂട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു 2 മണിക്കൂറത്തേക്ക് നമ്മൾ എന്ത് കയ്പുള്ളതോ പുളിയുള്ളതോ കഴിച്ചാൽ മധുരമായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് 250 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഇത്തവണത്തെ ഓഫറിൽ 150 രൂപയേ ഉള്ളൂ. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള പ്ലാന്റ് ആയിരിക്കും സ്നോ റോസിൻ്റെ പിങ്ക് ആണ്. സ്നോ റോസിൻ്റെ പിങ്ക് സിംഗിൾ പെറ്റൽ പ്ലസ് വെരിഗേറ്റഡ് ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ ലീഫ് നല്ല വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഇത്തവണ ഓഫർ സെയിലായിട്ട് എല്ലാത്തിൻ്റെ റേറ്റ് കുറച്ചാണ് നൽകുന്നത്. ദീപാവലി പ്രമാണിച്ചുള്ള ഓഫറാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 40 രൂപ മാത്രമേ ഉള്ളൂ സ്നോ റോസിന്. സ്നോ റോസ് ഇത് കണ്ടില്ലേ, ഈ സൈസുള്ള തൈ ആയിരിക്കും നമ്മൾ തരുന്നത്. നല്ല ഹെൽത്തിയാണ്. ഈ ഒരു സൈസ് ആകുമ്പോഴത്തേക്ക് ഇത് ഫ്ലവേഴ്സ് ആവാൻ തുടങ്ങും. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ. ഇത് പാവോണിയ മൾട്ടിഫ്ലോറിയ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗി എൻ്റെ ഫ്ലവേഴ്സ് കാണാൻ വേണ്ടി. ഈ വെണ്ടേൻ്റെ ഫ്ലവേഴ്സൊക്കെ നിൽക്കുന്ന വെണ്ടയ്ക്കയില്ലേ, അതുപോലെ എൻ്റെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവുക. നല്ല ഭംഗിയുള്ള ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതും നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. പക്ഷേ നമ്മൾ ഇത്തവണ ഓഫർ പ്രമാണിച്ച് ഇതിൻ്റെയൊക്കെ റേറ്റ് കുറച്ചിട്ടാണ് നിങ്ങൾക്കായിട്ട് തരുന്നത്. അപ്പോൾ ഈ പാവോണിയ മൾട്ടിഫ്ലോറിയയ്ക്ക് നമുക്ക് റേറ്റ് വരുന്നത് വെറും 190 രൂപ മാത്രമാണ് കേട്ടോ. അപ്പോൾ 190 രൂപയ്ക്ക് ഈ ഒരു സൈസുള്ള പ്ലാന്റ് തരും. അല്ലെങ്കിൽ ഇതിന് നമുക്ക് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് 250, 300 രൂപ റേറ്റൊക്കെ വരുന്നതാണ്. പക്ഷേ നമ്മൾ ഇത്തവണത്തെ ഒരു ഓഫർ പ്രമാണിച്ചാണ് ഇതുപോലെ റേറ്റ് നിങ്ങൾക്ക് കുറച്ച് തരുന്നത്. ഈ ഒരാഴ്ച മാത്രമേ ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് കണ്ട് നല്ല പരിചയം ഉണ്ടാവും. കാറ്റൈ ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പണ്ട് ഉണ്ടായിരുന്ന ഒരു പ്ലാന്റാണ്. പക്ഷേ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ നല്ലൊരു ഡിമാൻഡുള്ളൊരു ഫ്രൂട്ട് പ്ലാന്റ് കൂടിയാണ് ഈ കാറ്റൈ ഫ്രൂട്ട്. ഇതിന് റേറ്റ് നമുക്ക് വരുന്നത് 200 രൂപയാണ് കേട്ടോ. ഈ ഒരു സൈസ് വരുന്ന, അതായത് കായ്ക്കാനായ പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ തരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും. വളരെ സേഫായിട്ട് എത്തിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഈ പ്ലാന്റ് നിങ്ങൾക്ക് കണ്ട് പരിചയം ഉണ്ടാവും. നല്ല അടിപൊളി ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇത് നമുക്ക് വേലിൻ്റെ ഇതിൽ കൂടി എല്ലാം നന്നായി കയറ്റി വിടാൻ പറ്റുന്ന, മതിലൊക്കെ കയറ്റി വിടാൻ പറ്റുന്ന നല്ല അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ. അപ്പം ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 60 രൂപ മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ കാറ്റ്സ് ക്ലോ എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ് കേട്ടോ. ഒരു ഏരിയ മൊത്തത്തിൽ പെട്ടെന്ന് കവർ ചെയ്ത് ഒത്തിരി ഫ്ലവേഴ്സ് ആയിരുന്ന ഒരു പ്ലാന്റ് ആണ്. ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഇലകൾ കാണാണ്ട് തന്നെ ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാവും. സീസണൽ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ബ്രൈഡൽ ബൊക്കേൻ്റെ വൈറ്റ് കളറാണ്. ബ്രൈഡൽ ബൊക്കേൻ്റെ വൈറ്റ് കാണുമ്പോൾ നമുക്ക് എപ്പോഴും തോന്നാറുള്ള ഒരു വെറൈറ്റിയാണ്. ഒത്തിരി സ്റ്റാർ കൂട്ടം കൂടി നിൽക്കുന്ന പോലെ. ഇതിനും റേറ്റ് വരുന്നത് 60 രൂപ മാത്രമേ ഓഫർ പ്രമാണിച്ചുള്ളൂ.
ഇനി കമേലിയൻ്റെ ഒരു കോംബോ നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമേലിയൻ്റെ സിംഗിൾ പ്ലാന്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഓഫറിൽ നൽകുന്നത്. കമേലിയൻ്റെ നല്ല ഡാർക്ക് റെഡ് കളർ പൂക്കൾ തരുന്ന ഈ ഒരു വെറൈറ്റി ഇതേ സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് വെറും 150 രൂപ മാത്രമേ ഉള്ളൂ. ഓഫർ പ്രമാണിച്ച് മാത്രമാണ് 150 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇതേ സൈസുള്ള തൈകളായിരിക്കും നമ്മൾ. പിന്നെ വരുന്നൊരു വെറൈറ്റിയാണ് മെക്സിക്കൽ കോറൽ വൈൻ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ്. അപ്പോൾ മെക്സിക്കൽ കോറൽ വൈൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിങ്ക് ഫ്ലവേഴ്സ് ആയിരിക്കും വരുന്നത്, കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആയിരിക്കും വരുന്നത്. നന്നായിട്ട് വള്ളി വീശി കയറിപ്പോയിട്ട് ഇതിൽ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവും. മെക്സിക്കൽ കോറൽ വൈൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഈ തണ്ടിന് വളരെ കട്ടി കുറവായിരിക്കും കേട്ടോ. ഇതേ സൈസുള്ള പ്ലാന്റ് ആയിരിക്കും തരുന്നത്. തണ്ടിന് ഭയങ്കര കട്ടി കുറവാണ്, അതുകൊണ്ട് തന്നെ വേഗം വള്ളി വീശി കയറിപ്പോകുന്നൊരു പ്ലാന്റാണ്. ഇതിന് റേറ്റ് വരുന്നത് 60 രൂപയാണ് ഇതേ സൈസുള്ള തൈക്ക് വരുന്നത് കേട്ടോ. അടുത്തത് ഹൈഡ്രാഞ്ചിയൻ്റെ റെഡ് കളറാണ്. ഹൈഡ്രാഞ്ചിയൻ്റെ ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റീസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നാടൻ വെറൈറ്റീസ് ഇല്ല. ഇത് കുറച്ച് ബുഷായിട്ട് ഒത്തിരി ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റീസാണ്. അപ്പോൾ ഹൈഡ്രാഞ്ചിയൻ്റെ റെഡ് കളറിൻ്റെ പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 80 രൂപയാണ്. പ്ലാന്റിൻ്റെ സൈസ് ഈ കാണിച്ചിരിക്കുന്ന സൈസിലുള്ള തൈ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. ഹൈഡ്രാഞ്ചിയൻ്റെ റെഡിന് മാത്രമാണ് ഈ ഒരു റേറ്റ് വരുന്നത് 80 രൂപ വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്, പോട്ടിലായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ തരുന്നത് കേട്ടോ. ഇനി അടുത്ത ഹൈഡ്രാഞ്ചിയൻ്റെ തന്നെ പിങ്ക് കളർ നമുക്ക് അവൈലബിൾ ആണ്. ഹൈഡ്രാഞ്ചിയൻ്റെ പിങ്ക് എല്ലായിടത്തും തന്നെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതെല്ലാം ഹൈബ്രിഡ് ആയിട്ടുള്ള തൈ ആയതിനാൽ അധികം ഹൈറ്റ് വെക്കാതെ തന്നെ ഒത്തിരി ഫ്ലവേഴ്സ് തരുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ്. അതിന് റേറ്റ് വരുന്ന 60 രൂപയാണ്. ഹൈഡ്രാഞ്ചിയൻ്റെ വൈറ്റ് കളർ ഉണ്ട്. വൈറ്റ് കളർ നല്ല പ്യുവർ വൈറ്റ് ആയിരിക്കും വരുന്നത്. ചെറുപ്പത്തിലെ ഫ്ലവേഴ്സ് ആയി തുടങ്ങുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് ഈ ഹൈഡ്രാഞ്ചിയൻ്റെ വൈറ്റ് കളർ കേട്ടോ. ഇതിന് റേറ്റ് വരുന്നത് 60 രൂപയാണ് വരുന്നത്. ഇതിൻ്റെ പ്ലാന്റ് സൈസ് കാണിച്ചു തരാം. ഹൈഡ്രാഞ്ചിയൻ്റെ എല്ലാ വെറൈറ്റീസും ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റിക്ക് 60 രൂപ റേറ്റൊക്കെയാണ് വരുന്നത്. അതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതാണ് കേട്ടോ. എല്ലാം നല്ല കട്ടിങ്സ് എടുത്തിട്ട് റൂട്ട് വന്നിട്ടുള്ള തൈകളാണ് വരുന്നത്. എല്ലാം തന്നെ ഹൈബ്രിഡ് ആണെന്നുള്ളതിൽ 100% നമ്മൾ ഉറപ്പ് തരുന്നതാണ് കേട്ടോ. അടുത്തത് ഗാർലിക് വൈൻ എന്നറിയപ്പെടുന്ന അഥവാ വെളുത്തുള്ളി ക്രീപ്പർ എന്നറിയപ്പെടുന്ന നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ പാമ്പ് ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് നട്ടുവെച്ചാൽ മതി. വെളുത്തുള്ളിൻ്റെ സ്മെല്ലാണ് ഈ ഒരു പ്ലാന്റിനുള്ളത്. പാമ്പ് ശല്യം എന്നൊക്കെ കുറയ്ക്കും എന്നൊക്കെയാണ് പറയാറ്. നല്ല ഭംഗിയിൽ ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ് ആണ്. ഇത് ഈ ഒരു സൈസ് വരുന്ന തൈക്ക് 60 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഗാർലിക് വൈൻ അഥവാ വെളുത്തുള്ളി ക്രീപ്പർ എന്നാണ് ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നത്. നല്ല ഭംഗിയിൽ ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റിയും കൂടിയാണിത്. അടുത്തത് ഡെയ്സീൻ്റെ വെറൈറ്റിയാണ്. ഡെയ്സി പ്ലാന്റ് നമുക്ക് നേരത്തെ കാണിച്ചിരിക്കുന്ന വൈറ്റ് കണ്ടല്ലോ, അതിൻ്റെ ഒരു വയലറ്റ് കളർ വരുന്ന പ്ലാന്റ് ആണ്. ഇതിന് റേറ്റ് വരുന്നത് 70 രൂപയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും ഇതിൻ്റെ നമ്മൾ തരുന്നത് കേട്ടോ. അടുത്തത് ഡെയ്സീൻ്റെ തന്നെ ഒരു ഡാർക്ക് റെഡ് കളറിലേക്ക് വരുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. ഇതിന് 70 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ പ്ലാന്റ് സൈസ് നമ്മൾ കാണിച്ചു തരാം. എല്ലാം തന്നെ ഫ്ലവേഴ്സ് അടങ്ങുന്ന പ്ലാന്റ്സ് തരാൻ തന്നെ മാക്സിമം നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഇത് മുട്ടൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റാണ്. ഇത്രയും സൈസൊക്കെ ആകുമ്പോഴത്തേക്കും ഡെയ്സി പ്ലാന്റ്സിന് മുട്ടൊക്കെ വന്ന് തുടങ്ങും. പിന്നെ ഇതിൽ നിന്ന് കുഞ്ഞു തൈകൾ വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ മാറ്റി മാറ്റി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പ്ലാന്റ്സ് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അടുത്ത തുമ്പർജിയ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ വേണ്ടി. ഇത് ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ടും വളർത്തുന്നവരുണ്ട്, അതുപോലെ തന്നെ നല്ല ക്രീപ്പറായിട്ടും വളർത്തുന്നുണ്ട്. ക്രീപ്പറായിട്ട് വളർത്താനാണ് ഏറ്റവും നല്ലത്. ഇതിന് റേറ്റ് വരുന്നത് 70 രൂപയാണ്. ഇത് കണ്ടില്ലേ, ഈ ഒരു സൈസിൽ വന്നേക്കുന്ന പ്ലാന്റ് ആണ്. എത്രത്തോളം റൂട്ടൊക്കെ സ്പ്രെഡ് ചെയ്തതാണെന്ന് നിങ്ങൾക്ക് ഈ ഒരു തൈ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നന്നായിട്ട് റൂട്ട് വന്ന തൈയാണ്. ഇതിന് റേറ്റ് വരുന്നത് 70 രൂപ മാത്രമേ ഉള്ളൂ. അടുത്തത് ഹോയേൻ്റെ തന്നെ ഒരു വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് കേട്ടോ. ഹോയേൻ്റെ ഹ്യൂക്ലീനിയ എന്നറിയപ്പെടുന്ന ഒരു വെരിഗേറ്റഡ് വെറൈറ്റിയാണ്. ഇതിലിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. മിനിയേച്ചർ വെറൈറ്റീസ് ആണ്. അതുകൊണ്ട് തന്നെ വലിയ പോട്ടിലൊന്നും നട്ടു വെക്കണ്ട, കുഞ്ഞു പോട്ടിൽ നട്ടു വെച്ചാൽ മതി. നന്നായിട്ട് ഇത് കയറി വന്ന് ഫ്ലവേഴ്സ് ഉണ്ടാവും. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. മിനിയേച്ചർ ആയത് കാരണം തന്നെ പ്ലാന്റിൻ്റെ തൈക്ക് അധികം വലിപ്പം ഉണ്ടാവില്ല കേട്ടോ, അധികം സൈസ് ഉണ്ടാവില്ല. അടുത്തത് യെസ്റ്റർഡേ ടുഡേ എന്നറിയപ്പെടുന്ന പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ് വരുന്നത്. ഇതിന് 70 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്നറിയപ്പെടുന്ന പ്ലാന്റിൽ 3 കളറിൽ ഒരേ സമയം പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ്. നല്ല സ്മെല്ലായിരിക്കും ഇതിൻ്റെ ഫ്ലവേഴ്സിന് വരുന്നത്. ഇത് നാടൻ വെറൈറ്റിയിൽ വെരിഗേറ്റഡ് വന്നേക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാവും, നല്ല സ്മെല്ലും ആയിരിക്കും. ഇതിന് റേറ്റ് വരുന്നത് 70 രൂപയാണ് ഇതേ സൈസുള്ള തൈക്ക്. അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. നമുക്ക് ട്രമ്മിലൊക്കെ നട്ട് വളർത്താൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ പേരാണ് ലെമൺ ഗുവ എന്നറിയപ്പെടുന്ന വെറൈറ്റി. ഇതിൻ്റെ പ്ലാന്റിന് നമുക്ക് ഈ ഒരു സൈസ് വരുന്ന തൈക്ക് 60 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയിൽ കായകളും തരും. അതുപോലെ തന്നെ കായ്ക്ക് അത്യാവശ്യം തിന്നുമ്പോൾ ചെറിയൊരു പുളിപ്പും ചവർപ്പും ഒക്കെ ആയിട്ട് വരുന്ന ഒരു ടേസ്റ്റാണ് വരുന്നത്. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഈ ലെമൺ ഗുവ എന്നറിയപ്പെടുന്ന പ്ലാന്റ്. അധികം സ്ഥലവും വേണ്ട, ഇത് നമുക്ക് ഒരു ട്രമ്മിൽ നട്ട് വളർത്തിയാൽ മതി. അടുത്ത
ട്രിമ്മിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ലില്ലി പില്ലി എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ്. ഇതിൻ്റെ ഈ ഒരു ഫ്രൂട്ട് കാണാൻ അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ. ഒരു പിങ്ക് കളറിലായിരിക്കും ഇതിൻ്റെ ഫ്രൂട്ട്സ് വരുന്നത്. 80 രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഇല്ലെങ്കിൽ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇപ്പോൾ നമ്മൾ ഓഫർ പ്രമാണിച്ചാണ് റേറ്റ് കുറച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. 80 രൂപയ്ക്ക് ഇതേ സൈസുള്ള പ്ലാന്റ് ആയിരിക്കും തരുന്നത് കേട്ടോ. ഇതോ അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ സൈസ് വരുന്ന പ്ലാന്റേ തരുള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. 80 രൂപയ്ക്ക് വാങ്ങി നമുക്ക് ട്രിമ്മിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്രൂട്ട് പ്ലാന്റാണ് ഈ ലില്ലി പില്ലി എന്നറിയപ്പെടുന്ന വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് കേട്ടോ. വിയറ്റ്നാം ചെറി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൻപുറത്ത് പരിചയമുള്ള പ്ലാന്റ് ആയിരിക്കില്ല. ഇത് വിയറ്റ്നാം പോലെയുള്ള വിദേശ ചെറിയാണ്. ഇത് നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളരും. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. 200 രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ. 250 രൂപയ്ക്കൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഓഫർ പ്രമാണിച്ച് എല്ലാത്തിൻ്റെയും റേറ്റ് താത്തിയിട്ടതാണ്. 200 രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറിയാണ്. നന്നായിട്ട് ഇത് കായ്ക്കുകയും ചെയ്യും. നമുക്ക് വലിയൊരു ട്രമ്മിലൊക്കെ സെറ്റ് ചെയ്ത് ബുഷായിട്ട് നിർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റാണ്. അടുത്തത് നമ്മുടെ ചെടികൾ വളർത്തുന്നവർക്ക് ഒത്തിരി ഇഷ്ടം വരുന്ന ഒരു പ്ലാന്റാണ് മെലസ്റ്റോമേൻ്റെ യെല്ലോ കളർ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ വേണ്ടി. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ കൊല കുത്തി ഒത്തിരി ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റാണ്. അധിക സൈസ് ഒന്നുമില്ല. ഹാങ്ങിങ് പോട്ടിലോ നോർമൽ പോട്ടിലോ ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ മെലസ്റ്റോമേൻ്റെ യെല്ലോ കളറിന് ഇപ്പോൾ റേറ്റ് വരുന്ന 60 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ 60 രൂപയ്ക്ക് ഇതേ സൈസുള്ള തൈകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഹോയേൻ്റെ ഈ ഒരു സുന്ദരി പ്ലാന്റാണ്. വളരെ റെയർ ആയിട്ടുള്ള പ്ലാന്റാണ്. തായ്ലാൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തേക്കുന്ന ഹോയ വെറൈറ്റിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിന് റേറ്റും അത്യാവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് കുറച്ച് തൈകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഇതിന് റേറ്റ് വരുന്നത് 200 രൂപയാണ് കേട്ടോ. 200 രൂപയ്ക്ക് ഇതേ സൈസുള്ള തൈകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. ലിമിറ്റഡ് സ്റ്റോക്കാണ്. കാണിച്ച അതേ ഫ്ലവേഴ്സ് ആയിരിക്കും ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാവുക. പിന്നെ ഗന്ധരാജം വെരിഗേറ്റഡിൻ്റെ ഒരു പ്ലാന്റാണ്. ഇത് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇതിന് റേറ്റ് വരുന്നത് 70 രൂപയാണ് കേട്ടോ. ഏകദേശം ഈ ഒരു സൈസ് വരുന്ന തൈകളായിരിക്കും നമ്മൾ തരുന്നത്. 70 രൂപയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അടുത്ത യെല്ലോ ജാസ്മിൻ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. ക്രീപ്പർ പ്ലാന്റാണ്. യെല്ലോ ജാസ്മിൻ്റെ ഇതുപോലത്തെ നല്ല ഭംഗിയിൽ ഫ്ലവേഴ്സ് വരുന്നൊരു വെറൈറ്റിയാണ്. അപ്പം ഈ യെല്ലോ ജാസ്മിൻ്റെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ അവൈലബിൾ ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. എല്ലാത്തിൻ്റെയും തന്നെ പ്ലാന്റ് സൈസ് നമ്മൾ മാക്സിമം അറ്റാച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ലാത്തത് നിങ്ങൾക്ക് കാറ്റലോഗിൽ നോക്കിയിട്ട് ഉറപ്പിക്കാവുന്നതാണ്. ഇതിന് 70 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത ക്രീപ്പർ പ്ലാന്റ് എന്ന് പറയുന്നത് ഹണീസക്കിൾ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. ഒരേ സമയം തന്നെ 3 കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് നല്ലൊരു ക്രീപ്പർ വെറൈറ്റിയാണ്. ഇതിന് റേറ്റ് വരുന്നത് 70 രൂപയാണ് കേട്ടോ. നല്ല തൈകളായിരിക്കും തരുന്നത്. അടുത്തത് പാഷൻ ഫ്ലോറേൻ്റെ നല്ല ഡാർക്ക് റെഡ് കളർ വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതും ക്രീപ്പർ വെറൈറ്റീസ് ആണ്. ശരിക്കും പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലവർ പോലെ ഒരുപാട് ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിന് റേറ്റ് വരുന്നത് 70 രൂപയാണ്. അടുത്ത് ഓറഞ്ച് കളറിൽ ഒരുപാട് ഫ്ലവേഴ്സ് വരുന്ന ഒരു ക്രീപ്പർ പ്ലാന്റാണ് ഓറഞ്ച് ട്രംപറ്റ് വൈൻ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ്. ഇതിന് റേറ്റ് വരുന്നത് 50 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്ത പ്ലാന്റാണ് നമ്മൾ നേരത്തെ കാണിച്ച ബ്ലീഡിംഗ് ഹാർട്ടിൻ്റെ വൈറ്റ് ആൻഡ് റെഡ് കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ്. ഇതിന് റേറ്റ് വരുന്നത് 50 രൂപയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ ഒരുപാട് ക്രീപ്പർ പ്ലാന്റ്സും ഫ്രൂട്ട്സ് പ്ലാന്റും ഹാങ്ങിങ് വെറൈറ്റീസും ഒക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മഡഗാസ്കർ പോലെയുള്ള പുതിയ വെറൈറ്റീസ് നമുക്ക് വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്കുള്ളൂ. വേണ്ടവർ വേഗം തന്നെ ഓർഡർ കൺഫേം ആക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ്